ഈ ഒരു പുനരാലോചനയുടെ സന്ദർഭമായി ഈ റമദാനിനെയും ഈ റമദാനിൽ നമ്മൾ ചെലവഴിക്കുന്ന സ്വകാര്യ നിമിഷങ്ങളെയും നമുക്ക് ഉപകാരപ്പെടുത്താൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്വകാര്യതയാണ്. സ്വകാര്യമായിരുന്നിട്ട് പടച്ചവനെ കുറിച്ച് ആലോചിക്കുന്ന ഒരാൾ നരകത്ത് പോകില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാണ്. പശുവിൻ്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് വീണ്ടും ആ അകിട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയൂലല്ലോ. അത് കഴിഞ്ഞാലും അള്ളാഹിനെ ഓർത്ത് സ്വകാര്യമായിട്ട് പടച്ചവനെ ഓർത്ത് കരഞ്ഞ ഒരു മനുഷ്യന് അയാൾ നരകത്ത് പോകൂല അള്ളാഹിന്റെ റസൂൽ പറഞ്ഞതാ. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? നമ്മളൊക്കെ പല കാര്യത്തിനും കരയുന്നവരല്ലേ. ചില ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ചില സംഭവങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ചില ഓർമ്മകൾ വന്ന് അസ്വസ്ഥപ്പെടുത്തുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. എന്നാൽ അള്ളാഹിനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് നമുക്ക് കരയാൻ കഴിയുന്നുണ്ടോ? ചില സംഭവങ്ങൾ മനസ്സിൽ നിറയുമ്പോഴാണ് നമ്മൾ കരഞ്ഞു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അള്ളാഹിനെ കുറിച്ച് കരയണമെന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ മനസ്സിൽ നിറയണം. അത് നിറയ്ക്കുക എന്ന ജോലിയാണ് റമദാനിലൂടെ യഥാർത്ഥത്തിൽ നമ്മൾ നിർവഹിക്കുന്നത്. സൂറത്തിൽ വാഖിയ ആദ്യമായി കേട്ട ഉമർ തലമിന്നി വീണുപോയി എന്നാണ് ചരിത്രം. ഉമറിന് ബോധക്ഷയം വന്നുപോയി. അങ്ങാടിയിലൂടെ വെറുതെ നടക്കുമ്പോൾ പോലും ഉമറിന്റെ ചുണ്ടിൽ സൂറത്തുൽ വാഖിയയുടെ വചനങ്ങളായിരുന്നു. ആ വചനങ്ങൾ കേട്ട ഉമർ 3 ആഴ്ചയാണ് പനിച്ചു കിടന്നത് എന്നാണ് ചരിത്രം. കരഞ്ഞ് 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 ഉമറിന്റെ മുഖത്ത് കണ്ണുനീര് കൊണ്ട് ഒരു വെളുത്ത പാട് ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം. ഉമറിന്റെ മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്ന റസൂലുള്ളാഹിയുടെ ഒരു വചനമുണ്ട്, കഫാ ബിൽ മൗതി വാഇലൻ യാ ഉമർ. എന്തിനാണ് ഉമറെ കുറെ പ്രസംഗങ്ങൾ, എന്തിനാണ് ഉമറെ കുറെ ഉപദേശങ്ങൾ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ പോരെ ഉമറെ, മരണം തന്നെ ഒരു വലിയ ഉപദേശകനല്ലേ എന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വചനം ഉമർ റളിയല്ലാഹു അൻഹു മോതിരക്കല്ലിൽ കൊത്തിവെച്ചിരുന്നു അത്രേ, എപ്പോഴും അതൊന്ന് ഓർക്കാൻ. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത് എന്ന വചനമിറങ്ങിയ സമയത്ത് ഓരോ കുട്ടിയും, കുടിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയും നാളെ പരലോകത്ത് ചോദിക്കപ്പെടും, എന്തൊരു തെറ്റിന്റെ പേരിലാണ് മോളെ നിന്നെ കുഴിച്ചു മൂടിയത് എന്ന്. തീർച്ചയായും അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ട ഓരോ പെൺകുട്ടിയോടും അള്ളാഹു ചോദിക്കുമെന്ന വചനമിറങ്ങിയപ്പോൾ റസൂലുള്ളാഹിയുടെ സദസ്സിൽ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. ആ ഒരാള് കരഞ്ഞിട്ട് ഓടിപ്പോവുകയാണ്, പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. സഹാബികളെല്ലാം തിരിഞ്ഞു നോക്കുന്നു, റസൂലുള്ളാഹി അയാളുടെ പിന്നാലെ ഓടുന്നു. ഉമറായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് ഉമർ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ എന്തിനാണ് കരയുന്നത് എന്ന കാരണമെങ്ങാനും റസൂലുള്ളാഹിയോട് പറഞ്ഞാൽ റസൂൽ എന്നെ വധിക്കുവാൻ വിധിക്കും റസൂലേ, എന്നെ കൊന്നുകളയും റസൂലേ, അത്രമാത്രം വലിയ പാതകം ചെയ്ത ഒരാളാണ് ഞാൻ എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ താടിക്ക് പിടിച്ചിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഉമർ, നിങ്ങളുടെ ഷഹാദത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലുള്ള സർവ്വ പാപങ്ങളും പൊറുക്കപ്പെട്ടിട്ടില്ലേ റസൂൽ ഉമറെ, പിന്നെന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ച് ആ ചോദ്യം ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണും നിറഞ്ഞിരുന്നു. ഇതായിരുന്നു ഉമർ. വിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ ആഴത്തിലൊരു മനസ്സിനെ സ്വാധീനിക്കുകയാണ്. അത് എനിക്കുള്ള വാക്കുകളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനുണ്ടായ മാറ്റമാണ് ആ സംഭവം. മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത ഖുർആനാണ് ഉമറിനെ മാറ്റിയത്. ആദ്യമായി കേട്ട വിശുദ്ധ ഖുർആൻ, മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത വിശുദ്ധ ഖുർആൻ ഉമറിനെ മാറ്റി. കേട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മെ എത്രമാത്രമാണ് നമ്മുടെ ജീവിത ശൈലികളിലും നമ്മുടെ ജീവിത സ്വഭാവങ്ങളിലും നമ്മുടെ സംസ്കാര രൂപീകരണങ്ങളിലും ഖുർആൻ ഇടപെടുന്നത് എന്ന് പരിശോധിക്കുവാനുള്ള ഒരു വേളയാണത്. ആ ഉമറിന്റെ പഴയ ദൈവവിശ്വാസത്തെക്കുറിച്ച് ഉമർ തന്നെ പറയുന്നുണ്ട്. ഉമർ മനോഹരമായി വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. നല്ലൊരു ശില്പിയായിരുന്നു ഉമർ. ആ ഉമർ മധുരം കൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കും. മധുരം കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരം ഉമർ ആ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കും. ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉമറിന് വിശക്കാൻ തുടങ്ങും. പിന്നെ ആ വിഗ്രഹം എടുത്തിട്ട് ഉമർ ഭക്ഷിക്കും. ഇതായിരുന്നു ഉമറിന്റെ ദൈവവിശ്വാസം. വിഗ്രഹങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി കരഞ്ഞിരുന്ന ആ ഉമർ അതേ കൈകൾ കൊണ്ട് ആ വിഗ്രഹങ്ങളെ തച്ചുടച്ച ഒരു ചരിത്രമാണ് ഉമറിന്റെ ചരിത്രം. നിസ്സാരമായൊരു ചരിത്രമായിരുന്നില്ല. ഈമാൻ എന്ന അനുഭവം ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിൽ എത്രയാണ് ആഴമേറിയ സ്വാധീനം ചെലുത്തേണ്ടത്, അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു ഉമർ. പാതിരാവിൽ ഉമർ ഇറങ്ങി നടക്കും റളിയല്ലാഹു അൻഹു.
ഖലീഫയായിരുന്ന കാലത്ത് പോലും പാതിരാവിൽ ഇറങ്ങി നടക്കുമ്പോൾ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ സുഹൃത്തായ അസ്ലമിന്റെ കൂടെ ഇറങ്ങി നടക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു ചെറിയ ഇത്തിരി വട്ടം കാണുന്നുണ്ട്. അദ്ദേഹം ആ വെളിച്ചം കണ്ടിടത്തേക്ക് ചെന്നു, സലാം പറഞ്ഞു. ഒരു ചെറിയ കുടിലാണ്. സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയതൊരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ണ് മറച്ചിട്ടുണ്ട്. ഉമറിന് മനസ്സിലായി അവർ കരയുകയാണ്. ഉമർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? അവർ പറഞ്ഞു, എൻ്റെ മക്കൾ കരയുന്നത് കൊണ്ട് കരയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് മക്കൾ കരയുന്നത്? അപ്പൊ അവർ പറഞ്ഞു, വിശപ്പ് കൊണ്ടാണ്. മടിച്ചവർ പറഞ്ഞു, വിശപ്പ് കൊണ്ടാണ്. ആ നാടിന്റെ ഖലീഫ, ആ നാടിന്റെ ഭരണാധികാരി വീട്ടിലേക്ക് തന്നെ തിരിച്ചു നടന്നു. ഒരു ചെറിയ ചാക്ക് നിറയെ ആട്ടപ്പൊടി നിറച്ചിട്ട് അത് സ്വന്തം തോളിലേറ്റിയിട്ട് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് തന്നെ, കിലോമീറ്ററുകൾ നീളമുള്ള വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, കുറച്ചു നേരം അടുക്കളയിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിന്ന് തരണം എന്ന് പറഞ്ഞു. ആ സ്ത്രീ അടുക്കളയിൽ നിന്ന് മാറി നിന്ന് കൊടുത്തു. ആ നാടിന്റെ ഭരണാധികാരി, പേർഷ്യയും റോമും ഉമർ എന്ന് കേട്ടാൽ നട്ടെല്ല് പറക്കുന്ന ഒരു കാലത്ത് ആ നാടിന്റെ ഭരണാധികാരിയാണ് സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ അടുക്കളയിൽ കയറിയിട്ട് ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ കുഞ്ഞുമക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. പത്തിരി ചുട്ട്, ചപ്പാത്തി ചുട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിയും വിളമ്പിയിട്ട് ആ ഉമ്മയെയും കുഞ്ഞുമക്കളെയും വയറ് നിറയെ അത് തീറ്റിച്ച് ആ വീട്ടിൽ നിന്ന് സലാം പറഞ്ഞിറങ്ങുമ്പോൾ ആ നാടിന്റെ ഭരണാധികാരി ആ ഉമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്തു തരണം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ചെയ്തു തന്ന കാര്യമുണ്ടല്ലോ, അത് നിങ്ങൾ ഒരാളോടും പറയരുത്. എനിക്കത് പൊരുത്തമില്ല. ഞാൻ ചെയ്യുന്ന ഒരു നല്ല അമല് പരസ്യമാകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഒരാളോടും നിങ്ങൾ പറയരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്വകാര്യമായിരുന്ന നിങ്ങളുടെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാവപ്പെട്ടവന് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. അതിനു മാത്രം തെറ്റുകൾ, പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയവനാണ് ഞാൻ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഉമർ പടിയിറങ്ങുമ്പോൾ ആ ഉമ്മ, ആ സഹോദരി ഉമറിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളെപ്പോലെയുള്ള ആളുകളാണ് ഈ നാടിന്റെ ഭരണാധികാരികളാകേണ്ടത് എന്ന്. ആ നാടിന്റെ ഭരണാധികാരി തന്നെയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് ആ സഹോദരി അപ്പോഴും അറിഞ്ഞിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭരണാധികാരിയുടെ വീട്ടിൽ നിങ്ങൾ വല്ലപ്പോഴും ഒന്ന് വരുമ്പോൾ അവിടെ ഞാൻ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്താൻ നിൽക്കാതെ ഉമർ അടുത്ത സാധുവിനെ തേടി തിരിച്ചു നടന്നു. ഇതാണ് ഉമർ. ആ നാടിന്റെ ഭരണാധികാരിയായിരുന്നു അത്. നമ്മൾക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ആകാശത്തിന്റെ മുകളിലും ഭൂമിയുടെ അടിയിലും അഴിമതി നടക്കുന്ന ഒരു കാലമാണ്. ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ പാർലമെന്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ അഴിമതിയിൽ കുളിച്ചു നടക്കുന്ന ഒരു കാലമാണ്. 42 കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്ന രാജ്യത്ത് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് 2 ലക്ഷത്തോളം രൂപ കടക്കാരനായിട്ട് ആണ്. ആരാണ് രാജ്യത്തിന്റെ വിഭവങ്ങൾ മുഴുവനും തിന്നുമുടിച്ചത്? ഭരണാധികാരികളും അവരെ ചുറ്റിപ്പറ്റി നടന്ന ആളുകളുമാണ്, അല്ലേ? ആകാശത്തിന്റെ മുകളിലാണല്ലോ 2G സ്പെക്ട്രം എന്ന് പറയുന്നത്. ഭൂമിയുടെ അടിയിലാണല്ലോ ഖനനം എന്ന് പറയുന്നത്. 2G സ്പെക്ട്രത്തിന്റെ പേരിലാണ് 2 മന്ത്രിമാർ പുറത്തായത്, കുറെ ആളുകൾ തീഹാർ ജയിലിൽ കഴിയുന്നത്. കള്ളഖനനത്തിന്റെ പേരിലാണ് കർണാടകയിൽ ഒരു മുഖ്യമന്ത്രി പുറത്തായത്. ഭൂമിയുടെ അടിയിലും ആകാശത്തിന്റെ മുകളിലും അഴിമതി. ഇവിടെയാണ് ഇസ്ലാമിന്റെ ഭരണാധികാരികൾ ഉയർന്നു നിൽക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരോ വന്ന് പറഞ്ഞു, മദീനയുടെ ഏതോ ഉൾഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഭർത്താവില്ല, മക്കളില്ല, സഹോദരന്മാരില്ല, ആരുമില്ല, അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. ഉമർ ആ നിമിഷം തീരുമാനിച്ചു അടുത്ത ദിവസം ആ ഉമ്മയുടെ വീട്ടിലെത്തണമെന്ന്. അങ്ങനെ ഉച്ചനേരത്ത് ഉമർ ആ വൃദ്ധയായ ഉമ്മയുടെ വീട്ടിലെത്തിയപ്പോഴേക്ക് ആ ഉമ്മക്ക് ചെയ്തു കൊടുക്കേണ്ടതൊക്കെ ചെയ്തിട്ട് ആരോ പോയിട്ടുണ്ട്. ഉമറിന് പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല. പിറ്റേ ദിവസം അതിലേറെ നേരത്തെ അവിടെ എത്തി, അപ്പോഴും അതാരോ ചെയ്തിട്ടുണ്ട്. പിറ്റേ ദിവസം സുബ്ഹിനാണ് വന്നത്, അപ്പോഴും അതാരോ ചെയ്തു പോയിട്ടുണ്ട്. പിറ്റേ ദിവസം ഉമർ റളിയല്ലാഹു അൻഹു സുബ്ഹിന്റെയും കുറെ മുമ്പ് ആ വീട്ടിലേക്ക് വന്നപ്പോൾ അയാൾ വന്നിട്ടില്ല. സാധാരണ വന്ന് തിരിച്ചു പോകുന്ന ആൾ അവിടെ വന്നിട്ടില്ല. ഉമർ അവിടെ പതിഞ്ഞിരുന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്. ഉമർ സൂക്ഷിച്ചു നോക്കി, ഉമറിന് ആളെ മനസ്സിലായില്ല. ഇരുട്ടത്താണ് നടന്നു വരുന്നത്. അടുത്തെത്തിയപ്പോ ഉമറിന് ആളെ മനസ്സിലായി. ഉമർ ചെന്ന് കെട്ടിപ്പുണർന്നിട്ട് അയാളോട് പറഞ്ഞു, അബൂബക്കർ,
നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും എന്നെ ഈ വിഷയത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് ആ നാടിന്റെ ഭരണാധികാരിയായിരുന്നു. വിശ്വാസം, ഈമാൻ എന്ന ഒരു അനുഭവം ഒരു മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, അല്ലെങ്കിൽ കുറെ മനുഷ്യരെ എങ്ങനെയാണ് സ്വാധീനിക്കേണ്ടത്, അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണിത്. ജീവിതത്തിന്റെ സകല വശങ്ങളിലും ആ ഈമാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ തളച്ചു മറിഞ്ഞിരുന്നു. എൻ്റെ നാടിനടുത്ത് പാലപ്പറമ്പ് എന്നൊരു പ്രദേശമുണ്ട്. അവിടെ മായൻകുട്ടി സാഹിബുണ്ട്. നിങ്ങളിൽ പലർക്കും പരിചയമുണ്ടാവും. സംഘടനാ രംഗത്തൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളും മരുമകനും അമേരിക്കയിലാണ്. നോമ്പായപ്പോൾ മോള് യാത്രകളിലൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പരിഭാഷ കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ അവളുടെ കൂടെ ഒരു ഇംഗ്ലീഷ് പൗരൻ, അമേരിക്കൻ പൗരൻ ഇരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഈ ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചോദിച്ചു, അത് ഏത് പുസ്തകമാണ്? അവൾ പറഞ്ഞു, ഇത് ഹോളി ഖുർആൻ ആണ്. എനിക്കൊന്ന് തരുമോ? തരാം. കൊടുത്തു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. സൂറത്തുൽ ബഖറയുടെ ആദ്യ വാക്കുകൾ അദ്ദേഹം വെറുതെ ഇങ്ങനെ വായിച്ചു. അവൾ അതായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു വാക്ക് കണ്ടു, ലാ റൈബ ഫീഹി, ലാ റൈബ ഫീഹി, ഇതിൽ സംശയങ്ങളില്ല. അപ്പൊ ഇയാൾ ചോദിച്ചു, സംശയങ്ങളില്ലാത്ത ഗ്രന്ഥമോ? അതെ, സംശയങ്ങളില്ലാത്ത ഗ്രന്ഥം. എന്നാൽ ഇതെനിക്ക് വേണം. അയാൾ കൊണ്ടുപോയി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വേറെയും അയാൾക്ക് കൊടുത്തു. കഴിഞ്ഞ ആഴ്ച അൽഹംദുലില്ലാഹ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നോക്കൂ, ഇസ്ലാമിൻ്റെ തെളിച്ചം കിട്ടാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയായി ആധുനിക ലോകം മാറിയിട്ടുണ്ട്. നമ്മൾ എന്തു ചെയ്യുന്നു? നമ്മുടെ ബാധ്യത, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ബാധ്യത നമ്മൾ നിറവേറ്റുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ശരി, സാധാരണ നമ്മളോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താണ് സമ്പാദ്യം എന്ന് ചോദിക്കും. ഗൾഫുകാരായ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടൊരു ചോദ്യമായിരിക്കും ഇത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് സമ്പാദ്യം? അല്ലേ, എന്താണ് സമ്പാദ്യം? ഇതാർക്കുള്ള സമ്പാദ്യത്തെക്കുറിച്ചാണ്? നമ്മൾക്കുള്ള സമ്പാദ്യത്തെക്കുറിച്ചല്ലല്ലോ ഇത്. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് സമ്പാദിച്ചു എന്നാണ് ആ ചോദ്യം. എന്നാൽ പടച്ച തമ്പുരാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതേ ചോദ്യമാണ്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഓരോരുത്തരും അവനവൻ്റെ നേരെ തിരിഞ്ഞു നിന്നിട്ടൊന്ന് ആലോചിക്കട്ടെ, എന്താണ് സമ്പാദ്യം ഉള്ളതെന്ന്. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെക്കുറിച്ചല്ല, നമ്മൾക്ക് വേണ്ടിയുള്ള സമ്പാദ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ വല്യപ്പയോ വല്യമ്മയോ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. എന്താണ് അവരുടെ സമ്പാദ്യം? വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ കുടുംബത്തിലൊരു ഉമ്മമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മമ്മൻ്റെ ജീവിതം മുഴുവനും മക്കൾക്ക്, കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക്, ഇങ്ങനെയായിരുന്നു ജീവിതം മുഴുവനും. ആ ഉമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. യാതൊരു പ്രത്യേക അസുഖങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് മരിച്ചുപോയി. എല്ലാവരെയും വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു മരണമായിരുന്നത്. എല്ലാവരും തറവാടിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. എല്ലാവരും ആ തറവാട്ടിൽ നിന്ന് പിരിയുമ്പോൾ പരസ്പരം പറഞ്ഞൊരു വാക്കുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇനി തറവാട്ടിലേക്ക് വരിക? ഉമ്മല്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് വരിക എന്ന് പരസ്പരം പറഞ്ഞിട്ട് അവർ പിരിഞ്ഞുപോയി. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ആരും അങ്ങനെയൊന്നും പറയാറില്ല. വല്ലപ്പോഴും ഒരു പെരുന്നാൾ വരുമ്പോൾ, ഒരു നോമ്പ് വരുമ്പോൾ, ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഒന്ന് പറഞ്ഞൊന്ന് വരാം. ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ നോമ്പിനെ കുറിച്ച്, ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ അത്താഴത്തെക്കുറിച്ച്, ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ ആ നോമ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ച്, ഉപ്പ ഉണ്ടായിരുന്ന കാലത്തെ ആ സന്തോഷത്തെക്കുറിച്ച് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞൊന്ന് വരാം. നമ്മുടെ ഒന്നും മനസ്സിൽ അവരൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ സന്തോഷങ്ങളാണുള്ളത്. ശരി, ആ ഉമ്മമ്മയുടെ ഖബറിൽ ആ ഉമ്മമ്മയ്ക്ക് എന്താണ് ഉള്ളത്? ഇതാണ് ചോദ്യം. അഥവാ ഞാനും നിങ്ങളുമാകുന്ന നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്താണ് ഉള്ളത്? നമ്മുടെ സമ്പത്തിനെ ചൂണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടേതല്ലേ?
നമ്മുടെ മക്കളെ ചൂണ്ടിയിട്ടാണ് നമ്മുടെ സമ്പാദ്യം നമ്മൾ പറയണമെങ്കിൽ, നമ്മളൊന്ന് മരിച്ചു പോയാൽ നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്നിട്ടൊന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും സമയം കാണുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യമാവുക? നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ വല്യുപ്പയുടെ, നമ്മുടെ വല്യുമ്മയുടെ ഖബറിന്റെ അടുത്തൊന്ന് പോയിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും നമ്മളാരും സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ സമ്പാദ്യമാവുക? പിന്നെ എന്താണ് നമ്മുടെ സമ്പാദ്യം? ഈ മക്കളായിരുന്നാലും സമ്പത്തായിരുന്നാലും നാളേക്കത് കൂടി നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ സമ്പാദ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ മനോഹരമായൊരു ഹദീസുണ്ട്. ഓരോ മനുഷ്യനും 3 സുഹൃത്തുക്കളുണ്ട്. ഓരോ മനുഷ്യനും. ഒന്നാമത്തെ സുഹൃത്ത് സമ്പത്താണ്. സമ്പത്ത് മനുഷ്യനോട് പറയും, എന്നോട് നിങ്ങളോട് പറയും, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നീ ജീവിക്കുന്ന കാലം മുഴുവനും നിന്റെ കൂടെ ഞാനുണ്ടാവും. പക്ഷെ നീ മരിച്ചു കഴിഞ്ഞാൽ, നിന്റെ അവസാനത്തെ ശ്വാസം ഉണ്ടല്ലോ, അതാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് നിനക്ക് കാര്യമില്ല. നിന്റെ അവസാനത്തെ ശ്വാസം വരെ എത്ര വലിയ ആശുപത്രിയിലേക്കും നിന്നെ ചികിത്സക്ക് കൊണ്ടുപോകാൻ നിന്റെ അക്കൗണ്ടിൽ പണമുണ്ട്. പക്ഷെ ആ അവസാനത്തെ ശ്വാസം വന്നു കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നിനക്കൊരു കാര്യമില്ല, അത് വേറെ ആളുകളുടേതാണ്. ശരിയല്ലേ? രണ്ടാമത്തെ സുഹൃത്ത് കുടുംബമാണ്. ഈ കുടുംബം മനുഷ്യനോട് പറയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ താക്കീത് ചെയ്യുകയാണ്. ഈ കുടുംബം എന്നോടും നിങ്ങളോട് പറയുകയാണ്, നീ പേടിക്കണ്ട, നീ ജീവിക്കുന്ന കാലം മാത്രമൊന്നുമല്ല നിന്റെ കൂടെ ഞങ്ങളുള്ളത്, നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ കൂടെ ഉണ്ടാവും. അത് ആ കാണുന്ന മരം, ആ മരത്തിൻ്റെ അതുവരെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. ഖബർസ്ഥാനിലെ മരത്തെ ചൂണ്ടിയിട്ട് കുടുംബം പറയുന്നു, അതുവരെ ഞങ്ങൾ ഉണ്ടാവും, അവിടുന്ന് അങ്ങോട്ട് നീ ഒറ്റയ്ക്ക് പോകണം. നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് കയ്യിലെ അവസാനത്തെ മൺതരിയും തട്ടിക്കുടഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെ ഞങ്ങളുടെ സന്തോഷം, പിന്നെ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ വരുമാനം, ഞങ്ങളുടെ ആനന്ദം അങ്ങനെ കഴിഞ്ഞു. നീ ഇവിടെ ഒറ്റക്കാണ്. ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റക്കായിരിക്കും, ആരും ഉണ്ടാവില്ല. മൂന്നാമത്തെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് അമലാണ്, കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളെ മനുഷ്യനോട് പറയും, നീ പേടിക്കണ്ടടോ, നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. നീ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ഉണ്ടാവും, നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ പിന്നാലെ പിന്തുടരും. നല്ല അമല് മാത്രമാണോ പറയണത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു. ചീത്ത അമലും നമ്മുടെ പിന്നാലെ തന്നെ വരും. അപ്പോൾ എന്താണ് നമ്മുടെ സമ്പാദ്യം? അൽമാലു വൽബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക അജ്റുൻ വ ഖൈറുൻ അമല. അൽമാലു വൽബനൂൻ, നമ്മുടെ നെഞ്ചോട് നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വത്തും സന്താനങ്ങളും നമ്മുടെ ഏറ്റവും വലിയ ആനന്ദമാണ്. ആ ആനന്ദം എന്താണ്? അള്ളാഹു പറയുന്നു, സീനത്തുൽ ഹയാത്തി ദുന്യ. ഹയാത്തി ദുന്യ എന്നല്ല പറയണത്, സീനത്തുൽ ഹയാത്തി ദുന്യ. ഈ ഇഹലോകം എന്ന വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന അലങ്കാരങ്ങളാണത്. ഒരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ അലങ്കാരങ്ങൾ കെട്ടി തൂക്കുമല്ലോ. എത്ര ദിവസം ഉണ്ടാവും? ഒരു ദിവസം ഉണ്ടാവും, 2 ദിവസം ഉണ്ടാവും, 3-ാമത്തെ ദിവസം എടുത്ത് ഒഴിവാക്കും, അല്ലേ? ഇങ്ങനെ എടുത്തൊഴിവാക്കുന്നതാണ് ഇതൊക്കെയാണ്. ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ കുറ്റി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ആ തോൽ ഇങ്ങനെ അടർന്നു പോവും, ചീഞ്ഞു പോവും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആ വെളുത്ത ഭാഗം അങ്ങനെ ചീഞ്ഞു പോവും. എന്നാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ആ കറുത്ത ഭാഗം അവിടെ തന്നെ ഉണ്ടാവും. കാതലായ വശം എന്ന് നമ്മൾ പറയണ ആ മരത്തിൻ്റെ കാതലായ ഭാഗം അവിടെ തന്നെ ഉണ്ടാവും. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അടർന്നു പോകാത്തൊരു ഭാഗമുണ്ട്, അത് അമലു സ്വാലിഹാത്തുകളാണ്. അപ്പോൾ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നമ്മൾ ചെയ്തു കൂട്ടുന്ന നല്ല കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾക്ക് അല്ലാഹുവിൻ്റെ അടുത്തേക്കുള്ളത് എന്ന്. അമലുകളല്ല, അമലു സ്വാലിഹാത്തുകൾ. അമലുകളെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. പണ്ടുള്ളതിനേക്കാളും അമലുകൾ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട്. വളവിലും തിരുവിലും ഒക്കെ പള്ളിയാണ്. ആ പള്ളിയിൽ നിറയെ ആളുകളുണ്ട്. നിസ്കാരങ്ങൾക്കൊക്കെ എമ്പാടും ആളുകളുണ്ട്. പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട്, ജമാഅത്ത് നിസ്കാരത്തിന് എത്ര ആളുണ്ട് എന്നറിയാൻ പുറത്തെത്ര വടി ഉണ്ട് നോക്കിയാൽ മതി. കാരണം വടി കുത്തി പിടിക്കുന്ന പ്രായമാകുന്ന ആളുകളെ നിസ്കരിക്കാൻ വരിക. ഇന്നതൊക്കെ മാറി. നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം എല്ലാ പള്ളികളിലും ഉണ്ട്. പണ്ടതില്ലായിരുന്നു. എന്തുകൊണ്ടത്? പാൻറ് സെറ്റ് വരുന്നവർ ഇപ്പോഴാണ് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുതിയ തലമുറ ആരാധനാകർമ്മങ്ങളിലേക്ക് എന്തായിട്ടുണ്ട്, കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹജ്ജിന് എത്ര കോട്ട വർദ്ധിച്ചിട്ടും പിന്നെ ആളുകൾ പുറത്താണ്. സ്വതക്കകൾ, സക്കാത്തുകൾ, ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്.
അമലുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടത് അമലുകളല്ല. ഒരു സൊഫിൽ 10 ആളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ 10 ആളുകളും ചെയ്യുന്നത് ഒരേ പ്രവർത്തനമല്ലേ? ഒരേപോലെ സുജൂദ്, ഒരേപോലെ റുക്കു, ഒരേപോലെയുള്ള പ്രാർത്ഥന ഒക്കെ ഒരുപോലെയാണ്. പക്ഷെ ആ 10 ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ? അല്ല. 10 ആളുകൾക്കും 10 വിധത്തിലുള്ള പ്രതിഫലമാണ്. എന്തുകൊണ്ട്? എല്ലാവരുടേതും അമലാകുന്നുണ്ട്, പക്ഷെ കുറച്ച് ആളുകളുടേതേ അമല് സാലിഹാത്ത് ആകുന്നുള്ളൂ. അല്ലേ? നിങ്ങൾ നോക്കൂ, നിസ്കരിക്കാൻ വരുന്ന ആളുകളോടോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്ത ഒരു കാര്യം നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളോട് പരസ്യം പറയുന്നുണ്ട്. നിസ്കരിക്കാൻ വരുന്ന ആളുകളോടല്ലത് പറയണത്, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടല്ലത് പറയണത്, നിസ്കാരം കഴിഞ്ഞ് ഇടതുകാല് വെച്ച് പുറത്തിറങ്ങുന്ന ആളുകളോട് അള്ളാഹു പറയുന്നുണ്ട്. ഇടതുകാല് നമ്മൾ സാധാരണ വെക്കാറുള്ളത് അഴുക്കുള്ള ഭാഗത്തേക്കാണ്, ബാത്റൂമിലേക്ക് ഇടതുകാലം വെക്കാറുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ നിന്നൊരാൾ ഇറങ്ങുമ്പോൾ ഇടതുകാല വെക്കണത്. കാരണം എന്താ? അഴുക്കിലേക്കാണ് ഇറങ്ങുന്നത്. ഈ പള്ളിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ വെളിച്ചവും വിശുദ്ധിയും ഉണ്ടല്ലോ, അത് തകർക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു അഴുക്കിലേക്കാണ് അയാൾ ഇടതുകാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അയാളുടെ കീശയിലേക്ക് വരുന്ന കാശും അയാളുടെ നാവിൽ വരുന്ന വാക്കും അയാൾ കണ്ണുകൊണ്ട് കാണുന്നതും അയാൾ കാതുകൊണ്ട് കേൾക്കുന്നതും കൈകാലുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നതും ഒക്കെ അഴുക്കുകളാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇടതുകാല് വെച്ച് പള്ളിയുടെ പുറത്തിറങ്ങുന്ന ആളോട് പടച്ചോൻ പറയുന്നത് എന്താ? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കസീറ. ഇനി പടച്ചോനെ ആലോചിക്കണം എന്നല്ല പറയണത്, ഇനി പടച്ചോനെ കുറിച്ച് ധാരാളമായി ഓർക്കണം. കാരണം എന്താണ്? ഇനി അള്ളാഹുവിനെ ധാരാളമായി മറക്കാൻ സാധ്യത ഉണ്ട് എന്നാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ അധികം ഈമാനൊന്നും വേണ്ട. എന്നൊരു ചീത്ത കാര്യം ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഈമാൻ ആവശ്യമുണ്ട്. പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് അധികം ഈമാനൊന്നും അധികം ഭക്തിയൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾ ഹറാമായ ഇടപാടുകളിൽ നിന്നും ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഹറാമായ ദൃശ്യങ്ങളിൽ നിന്നും കണ്ണും മനസ്സും കൈകാലുകളും മാറ്റണം എന്നുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് കയറിപ്പോകാൻ അയാൾക്ക് ആവശ്യമായ ഈമാനിൻ്റെ ഒരു 10 ഇരട്ടി ഈമാനെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വദ്കുറുല്ലാഹ കസീറ. നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളോടോ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്ത ഒരു കാര്യം ആ നോമ്പെല്ലാം നോറ്റ് കഴിഞ്ഞ ആളോടല്ല പറയുന്നുണ്ട്. വലി തുക്കുമിലുൽ ഇദ്ദത വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. പടച്ചവനാണ് വലുത് എന്നറിയാനായിരുന്നു ഈ പ്രവർത്തനം. വെള്ളമായിരുന്നു വലുത് എങ്കിൽ ആ വെള്ളം ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു. ഭക്ഷണമായിരുന്നു പ്രധാനമെങ്കിൽ ആ ഭക്ഷണം ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു. ശരീരത്തിന്റെ പലതരത്തിലുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിരുന്നു വലുത് എങ്കിൽ അതൊന്നും നമുക്ക് തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയല്ലോ. പിന്നെ ആരാണ് വലുത്? അള്ളാഹു. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. പടച്ചവനാണ് വലുത് എന്നറിയാനാണ് ഈ 30 ദിവസത്തെ പകലുകളിൽ വ്രതമനുഷ്ഠിച്ചത് എന്നാണ് പടച്ചവൻ പറയുന്നത്. ഹജ്ജിന് വരുന്ന ആളുകളോടോ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്തൊരു കാര്യം, ഹജ്ജ് കഴിഞ്ഞ് ഇഹ്റാമിന്റെ വസ്ത്രം അഴിച്ചു വെച്ച് നാട്ടിലേക്ക് പോകാൻ വിമാനം കാത്തിരിക്കുന്ന ആളോട് പടച്ചവൻ പറയുന്നുണ്ട്. ഫഇദാ ഖളൈതു മനാസിക്കക്കും വദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. ഇനി പടച്ചവനെ നല്ലോണം ആലോചിക്കണം കേട്ടോ. പണ്ട് കാലത്ത് ഹജ്ജ് കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെയും പിതാമഹന്മാരെയും വിളിച്ച് നിങ്ങൾ അവരെ ഓർക്കുന്നതിനേക്കാൾ ശക്തമായി, ജാഹിലിയത്തിൽ അവർ പിതാക്കളെയും പിതാമഹന്മാരെയും വിളിച്ച് പറയുന്നതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളാഹു എന്ന ഓർമ്മ നിരന്തരമായി ഇനി പ്രതിസ്പന്ദിച്ചു കൊണ്ടിരിക്കട്ടെ. കാരണം എന്താണ്? അള്ളാഹു എന്ന ഓർമ്മ പല വിധത്തിൽ തകരാൻ സാധ്യതയുള്ള നാട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന്, അല്ലേ? അപ്പൊ നിസ്കാരം എന്ന 3-4 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചത് എന്തിനാണ്? ഒരു ദിവസം 24 മണിക്കൂറാണ്. ഈ ദിവസത്തെ എല്ലാ നിസ്കാരങ്ങളുടെയും സമയം ഒന്ന് 5 നേരത്തെ നിസ്കാരത്തെ സമയത്ത് കൂട്ടി നോക്കിയാൽ അത് 24 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ 24 മണിക്കൂറിൽ 24 മിനിറ്റ് മാത്രമല്ല ആലോചിച്ച പോരല്ലോ. ഈ 24 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചത് ഈ 24 മണിക്കൂറിലേക്കും വേണ്ടിയായിരുന്നു. അപ്പൊ ഇബാദത്തുകളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ അതാണ് എന്നർത്ഥം. ശരി. അപ്പൊ സമ്പാദ്യം എന്താണ് എന്ന മനുഷ്യന്റെ ഒരു ചിന്തയുണ്ട്, എന്റെയും നിങ്ങളുടെയും ഒരു ആലോചനയുണ്ട്. ആ ആലോചനയാണ് അമലു സ്വാലിഹാത്തുകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. വളരെ സ്വകാര്യമായ നല്ല അമലുകൾ ചെയ്യാനാണ് അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. സ്വകാര്യമായ നല്ല അമലുകൾ. പരസ്യമായി നമ്മൾ ചെയ്യുന്ന ഒരു അമലുണ്ട്, അത് നിസ്കാരമാണ്.
എന്നാൽ ആ നിസ്കാരത്തെക്കുറിച്ചാണ് ആത്മാർത്ഥത നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരെ കുറിച്ച് പറയുന്നുണ്ട്, നിസ്കാരത്തെക്കുറിച്ച് ഭക്തി ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നുണ്ട്, നിസ്കാരത്തിൽ അലസരായി കഴിയുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണ്? അത് പരസ്യമായ അമലാണ്. പരസ്യമായ അമലിൽ ആത്മാർത്ഥത നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്നതുകൊണ്ട് തീർച്ചയായും പരസ്യമായി ചെയ്യേണ്ട നിസ്കാരത്തിൽ ആത്മാർത്ഥത കുറഞ്ഞു പോകരുത് കേട്ടോ എന്ന് വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ രഹസ്യമായ നല്ല അമലുകളെ പെരുപ്പിക്കേണ്ട കാലമാണ് റമദാൻ. കാരണം റമദാൻ രഹസ്യമാണ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും അലി എന്നാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. അലി എന്നാണ് പേരെങ്കിലും ആ പേര് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് ജനങ്ങളിട്ടൊരു പേരുണ്ട്, സൈനുൽ ആബിദീൻ. അത്രയധികം ഇബാദത്തുകൾ ചെയ്യുന്ന അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. ധാരാളമായി നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച ആളായിരുന്നു. അദ്ദേഹം മരിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മുതുകിൽ ഒരു വലിയ തഴമ്പുണ്ട്, ഒരു കറുത്ത തഴമ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുളിപ്പിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, എന്താണ് ഈ തഴമ്പ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്താണ് ഈ തഴമ്പ്? നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഒരിക്കലും ഒരു ഭാരം വഹിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്താണ് ഈ തഴമ്പ്? ആർക്കും മനസ്സിലായില്ല. ഭാര്യയോട് ചോദിച്ചു, ഭാര്യ പറഞ്ഞു എനിക്കറിയില്ല. മക്കളോട് ചോദിച്ചു, ഞങ്ങൾക്ക് അറിയില്ല. ആർക്കും അറിയില്ല. അദ്ദേഹത്തെ മറവ് ചെയ്തു. മറവ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ചെറിയ ഏരിയ ഉണ്ട്, ഒരു 10-15 കുടുംബങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ചെറിയ ഏരിയ. അവിടെ കൂടുതലും അനാഥകളായ കുട്ടികൾ, വിധവകളായ സ്ത്രീകളാണ്, രോഗികളായ ഉപ്പമാർ, ഇങ്ങനെയുള്ളൊരു പാവപ്പെട്ട ഏരിയയാണ്. ആ ഏരിയയിലുള്ള ആളുകൾ മുഴുവനും പട്ടിണിയായിപ്പോയി. അപ്പോൾ ആളുകൾ ചെന്നിട്ട് അവരോട് ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം തന്നതെന്ന്? അപ്പോൾ അവർ പറഞ്ഞു, ആരാന്നറിയില്ല, എല്ലാ ശനിയാഴ്ചയും രാത്രി ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഭക്ഷണ ധാന്യങ്ങളും പച്ചക്കറിയും ഒക്കെ കൊണ്ടുവന്നിച്ചിട്ട് ഒരാൾ പോകാറുണ്ട്. അയാളെ പല പ്രാവശ്യം ഞങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, അയാളെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അയാളുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. 1-2 ആഴ്ചയായിട്ട് അയാൾ വരാറില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു ആ തഴമ്പ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അദ്ദേഹത്തിന് അറിയില്ല. അയാൾ ചോദിച്ചു, ഇന്ന ആളുടെ വീടല്ലേ? അതെ, ഇന്ന ആളുടെ വീടാണ്. നിങ്ങളുടെ വീട്ടിൽ 2 കൊല്ലം മുമ്പ് എന്തോ ഒരു ഫംഗ്ഷൻ നടന്നിട്ടില്ലായിരുന്നു, കല്യാണമോ സൽക്കാരമോ ഒക്കെ നടന്നിട്ടില്ലായിരുന്നു? അതെ, കല്യാണം നടന്നിരുന്നു, എൻ്റെ അനിയൻ്റെ കല്യാണം നടന്നിരുന്നു. അതിന് നിങ്ങൾ മാംസം വാങ്ങിയിരുന്നത് ഇന്ന പീടിയിൽ നിന്നിരുന്നില്ലേ? അതെ, ആ പീടിയിൽ നിന്നായിരുന്നു. ആ പീടിയൻ്റെ മുതലാളിയാണ് ഞാൻ. നിങ്ങളുടെ തുലാസ് ഞങ്ങൾ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ അടുത്താണ് കൊടുത്തത്. അപ്പോഴാണ് അറിയണത് അത് 200 ഗ്രാം കുറവായിട്ടാണ് കാണിക്കുന്നത്. ആ പൈസ തരാൻ വന്നാണ്. ആ പൈസയുടെ കെട്ടവിടെ വെച്ചിട്ട് അയാൾ തിരിച്ചുപോയി. ഒരു സൽക്കാരത്തിന് പോലും നിൽക്കാതെ അയാൾ തിരിച്ചുപോയി. പിന്നെയാണ് അറിയണത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുള്ള ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി ആ പണം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ദിവസം രാത്രി അദ്ദേഹം മരിച്ചുപോയി എന്ന്. മഞ്ചേരിയിൽ നടന്നൊരു സംഭവമാണ്. എന്നാലോചിക്കൂ, നമ്മുടെയൊക്കെ വളരെ സ്വകാര്യമായൊരു ജീവിതം ഉണ്ടല്ലോ, പച്ചയായൊരു ജീവിതം, അവിടെ പരലോകം നമ്മെ സ്വാധീനിക്കുകയാണ്. കണ്ണൂർ കൂത്തുപറമ്പുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ മറ്റൊരു അനുഭവം ഇതുപോലെ ചേർത്ത് വെക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അടുത്ത് ഉമ്മയുടെ അമ്മാവന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് ഒരു സ്വർണ്ണമാല കൊടുത്തു. അപ്പം ഉമ്മ ചോദിച്ചു, എന്തിനാണ് ഇക്കാക്ക ഈ സ്വർണ്ണമാല? ഇക്കാക്ക പറഞ്ഞു, കുറേ മുമ്പ് നീ കുട്ടിയായിരുന്ന കാലത്ത് നിന്റെ ഒരു മാല നഷ്ടപ്പെട്ട് നിനക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മയുണ്ട്, ഞാനും മറക്കൂല, അത്രയും എന്നെ വേദനിപ്പിച്ചു എന്നാണത്. ആ മാലയാണിത് എന്ന് പറഞ്ഞു. 47 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്നൊരു മാല നഷ്ടപ്പോൾ പല ആളുകളെയും സംശയിച്ചിട്ടുണ്ട്. അയൽപ്പക്കത്തുള്ള ആളുകളെ സംശയിച്ചിട്ടുണ്ട്, അവിടെ വന്ന് ഇറങ്ങുന്ന പല ആളുകളെയും സംശയിച്ചിട്ടുണ്ട്. ഒരിക്കലും ആ വീട്ടിലെ അവരുടെ അമ്മാവനെ സംശയിച്ചിട്ടില്ല. പക്ഷെ അമ്മാവൻ പറയണം, അത് ഞാനായിരുന്നു എടുത്തത്. ഇത് നീ വേറെ ആരോടെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ പടച്ചോൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാകൂല. നോക്കൂ, ഇതാണ് അത്. യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ.
പരലോകത്തിലെ വിശ്വാസത്തെക്കുറിച്ച് രണ്ട് കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, ഈമാൻ എന്നതുമായി ബന്ധപ്പെട്ട് പരലോകത്തെ വിശ്വസിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ എന്താണെന്നറിയോ? യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, പരലോകത്തിന് സാക്ഷികളാവുക എന്നാണത്. അത് പരലോകത്തിൽ വിശ്വസിക്കലല്ല, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷിയാവുക എന്നുള്ളതാ. എൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾക്ക് ഓർമ്മ വരണം എൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരു പരലോകം ഉണ്ടെന്ന്. ഞാനത് പറഞ്ഞു കൊടുത്തിട്ടല്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, എൻ്റെ കീഴെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം ഒരു പരലോകം ഉണ്ടെന്ന്. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല. അതിനു മുമ്പ് എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്, എൻ്റെ ജീവിതം കണ്ടിട്ട് അവർക്ക് ബോധ്യപ്പെടുക. അതിൻ്റെ പേരാണ് യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല, നിങ്ങൾ കേട്ടിരിക്കും, രണ്ടാം ഉമർ എന്ന് പേര് കേട്ട വിശ്രുതനായ ഇസ്ലാമിക ഒരു ഭരണാധികാരിയാണ്, മുസ്ലിം ഭരണാധികാരിയാണ്. അദ്ദേഹം ഒരു ദിവസം പള്ളിയുടെ മുറ്റത്ത് സക്കാത്തിൻ്റെ കുറേ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് ആളുകൾ നിറച്ചിട്ടുണ്ട്. ആപ്പിളുണ്ട്, ഈത്തപ്പഴമുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും മുറ്റത്ത് ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഓടി വന്നിട്ട് ഒരു ആപ്പിൾ കടിച്ചു തിന്നു. ഇദ്ദേഹം ഇത് കണ്ടപാടെ കുട്ടിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് രണ്ടു വിരലും കുട്ടിയുടെ വായിലേക്ക് തിരികിയിട്ട് കുട്ടിയോട് ഛർദ്ദിക്കാൻ പറഞ്ഞു. കുട്ടി വാവിട്ട് കരയാ, കുട്ടിക്ക് ഛർദ്ദിക്കാൻ കഴിയുന്നില്ല, കരയാണ്, ഉറക്ക കരയാ. ആ സമയത്ത് വേറൊരാളും അവിടെ കരയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ. വൈകുന്നേരമായി, അദ്ദേഹം വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഭക്ഷണത്തളികയിൽ ഒരു ആപ്പിൾ കിടക്കുന്നുണ്ട്. അദ്ദേഹം സംശയത്തോടു കൂടി ഭാര്യ ഇങ്ങനെ നോക്കി. ഭാര്യ പറഞ്ഞു, സംശയിക്കണ്ട, അത് അവിടുന്ന് എടുത്തതല്ല, എൻ്റെ മോതിരം വിറ്റ പൈസ കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഫാത്തിമ, ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ കുട്ടി ആ ആപ്പിൾ കഷ്ണം കടിച്ചപ്പോൾ ഞാൻ ആ കുട്ടിയുടെ വായിലേക്ക് വിരൽ തിരികിട്ട് അത് ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നിന്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടിരുന്നു ഫാത്തിമ. നീ എൻ്റെ കണ്ണ് കണ്ടിരുന്നു, എൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു ഫാത്തിമ. പിന്നെയും ഞാൻ അങ്ങനെ ചെയ്തത് എന്തിനാന്ന് എനിക്കറിയോ? നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു നിൽക്കൽ നമ്മൾ നിൽക്കും. ആ സമയത്ത് എൻ്റെ കുട്ടി അങ്ങനെ ഒരു ഹറാമായ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുട്ടിയെ തടഞ്ഞില്ലല്ലോ എന്ന പേരിൽ ഞാൻ കുറ്റക്കാരനാകരുത് ഫാത്തിമ. അങ്ങനെ ഒരു ഹറാമായ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടിയും കുറ്റക്കാരനാകരുത് ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രമുണ്ട്. എന്താണിത്? പരലോകം എന്ന വിശ്വാസം മനുഷ്യന്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയാണ്. അതൊരു വെളിച്ചമാണ് ശരിക്ക്. പരലോകം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തിലെ ആർഭാടങ്ങൾ നമുക്കൊരു പുല്ല് വില പോലും ഉണ്ടാവില്ല. ഇഹലോകത്തിലെ ഈ ജാടകൾ നമ്മൾക്കൊരു പുല്ല് വില പോലും ഇല്ലാതെ നമ്മൾ വലിച്ചെറിയും. ഇഹലോകത്തിലെ പ്രസിദ്ധിയും ഇഹലോകത്തിലെ പേരും നമ്മൾക്ക് ഒരു ചെറിയ വില പോലും ഇല്ലാതെ നമ്മൾ വലിച്ചെറിയും, എടുത്തൂരിയെറിയും. പരലോകം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ, അത്രയും നമ്മുടെ ജീവിതത്തെ പരലോകം സ്വാധീനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ആ വെളിച്ചമുള്ള ജീവിതമായി മാറുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടികളെ നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത അത്രയും നമ്മുടെ മക്കളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ കുട്ടികളുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ ആവശ്യങ്ങൾ, ഇതിനാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ ഒരു കുട്ടി ഒന്ന് വളർന്ന് ജോലിയൊക്കെ ആയി ശമ്പളക്കാരനായതിനു ശേഷം നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വാക്കിന് വില കൽപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ കുട്ടിയുടെ വർത്താനം ചോദിക്കുമ്പോൾ നമ്മൾ പറയും, അവൻ എനിക്കൊരു വില തരുന്നില്ല എന്ന് പറയും. നമ്മൾ പറയുന്നത്, അവൻ എനിക്കൊരു വില തരുന്നില്ലടോ, ഞങ്ങൾക്ക് അവനൊരു വില തരുന്നില്ലടോ എന്ന് പറയും, അല്ലേ? എന്നാൽ ഇതേ വാക്കാണല്ലോ സർവശക്തനായ പടച്ചോന് അവൻ്റെ ചില അടിമകളെ കുറിച്ച് പറഞ്ഞത്. സൂറത്തുൽ ഹജ്ജിലെ 74-ാമത്തെ വചനം, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അവരുടെ ജീവിതത്തിൽ എനിക്കൊരു വിലയില്ലടോ. എത്ര രോഗങ്ങൾ അവൻ്റെ ചുറ്റുപാടുമുണ്ടായിട്ടും ഒരു രോഗം പോലും അവന് നാം വരുത്തിയില്ല. എത്ര അപകടങ്ങൾ അവൻ്റെ ചുറ്റുഭാഗത്തുണ്ടായിട്ട് ഒരു അപകടം പോലും വരുത്താതെ അവനെ ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ചിട്ട് അവൻ ചോദിക്കാത്തത് തന്നെ വാരിക്കോരി അവന് കൊടുത്തിട്ട്, അവൻ ചോദിച്ചത് തന്നെ എമ്പാടും അവന് കൊടുത്തിട്ട്, അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അള്ളാഹു പറയുന്ന ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം കുട്ടിയെക്കുറിച്ച് ആ വാപ്പ പറയുന്ന മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ പടച്ചവൻ നമ്മളെക്കുറിച്ചാണ് പറയണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് നമ്മൾ പടച്ചവന് കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ പടച്ചവന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രയോറിറ്റി എന്താണ്?
പ്രയോറിറ്റിയാണത്. അത് മറ്റെന്തിനേക്കാളും മുകളിലാവുക എന്നുള്ളതാ. നമ്മൾക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പഠിച്ചോൻ തന്നതാണ്. നമുക്ക് ആർക്കും ഒരു സംശയമില്ല, പഠിച്ചോൻ തന്നതാണ്. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നതിന് ശേഷം പഠിച്ചൊരു കാര്യം പറയുന്നുണ്ട്. സൂറത്തു തൗബയിലെ 24-ാമത്തെ വചനം. ഒരു വിശ്വാസിയുടെ ഉള്ളിന് വീണ്ടും 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 അസ്വസ്ഥമാക്കേണ്ട ഒരു വചനമാണത്. നമ്മുടെ മനസ്സിനെ വീണ്ടും 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 താക്കീത് ചെയ്യുന്ന വചനമാണത്. ഒരമ്പ് പോലെ നമ്മുടെ മനസ്സിൽ തറച്ചു കയറേണ്ട വചനമാണത്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഇണ, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇങ്ങനെ 8 കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പടച്ചവനേക്കാളോ അവന്റെ റസൂലിനേക്കാളോ അവന്റെ മാർഗത്തിലുള്ള അധ്വാനത്തെക്കാൾ നിങ്ങൾക്ക് പ്രിയം പടച്ചവൻ തന്ന ഈ കാര്യങ്ങളൊക്കെയാണോ എന്ന്? അഥവാ പടച്ചവൻ തന്ന ഏതെങ്കിലും ഒരു കാര്യമാണോ അതേ പടച്ചവനെ മറക്കാൻ കാരണമായത് എന്ന്? അതാണ് ആ ചോദ്യം. പടച്ചവൻ തന്ന ഏതെങ്കിലും ഒരു കാര്യമാണോ അതേ പടച്ചവനെ തന്നെ മറന്നുപോകാൻ, ആ പടച്ചവനെ കൊടുക്കേണ്ടത് നീട്ടിവെക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ആ ചോദ്യം. തീർച്ചയായിരിക്കും ഈ 8 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. നമ്മുടെ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ 8 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. ഒന്നുകിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബം, ഇങ്ങനെ നമ്മൾ പറയുന്ന കുറെ എണ്ണിപ്പറയുന്ന കുറെ കാര്യങ്ങൾ അടിസ്ഥാനപരവും അത്യാവശ്യപരവുമായ കാര്യങ്ങളെക്കുറിച്ചല്ല, അലസമായി നമ്മൾ ഉപേക്ഷിച്ച കാര്യങ്ങളെക്കുറിച്ച്. നമ്മളൊരു കച്ചവടക്കാരനാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഒരാളൊരു സാധനം വാങ്ങിയിട്ട് പിന്നെ തരാന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ. നാളെ തരാന്ന് പറയുന്നത് അത്ര ഇഷ്ടമല്ല. കുറച്ച് കണ്ട് തരാന്ന് പറയുന്ന പോലും ഇഷ്ടമല്ല. അത് അപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഇഷ്ടം. എന്നാൽ പടച്ചവന് കൊടുക്കേണ്ട പലത് നമ്മൾ നീട്ടിവെക്കുന്നു. ഇത് ഞാൻ നിങ്ങളെക്കുറിച്ച് പറയണല്ല, എന്നെക്കുറിച്ച് പറയണ. നമ്മുടെ ജീവിതത്തിൽ തുടങ്ങേണ്ട ഒരു നല്ല ശീലം നമ്മൾ പിന്നെയും പിന്നെയും നീട്ടിവെക്കുന്നു. പിന്നെ ആവാമെന്ന് പറയുന്നു, കുറച്ച് കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നമ്മൾ നീട്ടിവെക്കുന്നു. നമ്മൾക്ക് കിട്ടേണ്ട ഒരു കാര്യമോ നമ്മൾ അപ്പപ്പോൾ പിടിച്ചു വാങ്ങുന്നു. ശരി, ഇപ്പൊ ഏതൊരു വിത്ത് വളരണം എന്നുണ്ടെങ്കിലും അതിനൊരു സീസൺ ഉണ്ട് അല്ലേ? ഗോതമ്പിനൊരു സീസണുണ്ട്, നെല്ലിനൊരു സീസണുണ്ട്, വേറൊന്നിനൊരു സീസണുണ്ട്, ഓരോന്നിനൊരു സീസണുണ്ട്. ആ കാലത്ത് അത് നട്ടു വളർത്തിയാൽ അത് നന്നായിട്ട് വളരും. അങ്ങനെയാണെങ്കിൽ പടച്ചവനെ കുറിച്ച് നമ്മൾ ഇത്ര നേരം പറഞ്ഞ ആ ഭക്തിയുടെ വിത്ത് വളരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലമാണ് റമദാൻ. നല്ല ശ്രദ്ധയും നല്ല ആസൂത്രണവും ഉണ്ടെങ്കിൽ ആ വിത്ത് 100 മേനി വിളയുക തന്നെ ചെയ്യും. ഏതൊരു വിത്ത് കൊണ്ടുപോയി കുഴിച്ചിടുമ്പോൾ സാധാരണ കർഷകർ ചെയ്യാറുള്ളത് ആ വിത്ത് വളരാൻ തടസ്സമാകുന്ന കളകളെയും കീടങ്ങളെയും ഒക്കെ അവിടെ എടുത്ത് ഒഴിവാക്കും. ആ കളകളും കീടങ്ങളും അവിടെ ഉണ്ടാകുമ്പോൾ ഈ വിത്ത് അവിടെ വളരില്ല. അങ്ങനെയാണെങ്കിൽ പടച്ചവനെ കുറിച്ചുള്ള ഭക്തി നമ്മുടെ ഉള്ളിൽ വളരണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള കുറേ സംഗതി അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും. എൻ്റെ ജീവിതത്തിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഭക്തി വളരണമെന്നുണ്ടെങ്കിൽ നിലവിൽ എൻ്റെ ജീവിതത്തിലുള്ള കുറേ സംഗതി അവിടെ നിന്ന് ഒഴിവാക്കേണ്ടി വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദുശ്ശീലങ്ങൾ. നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളും ദുശ്ശീലമുള്ളവരാണ് എന്ന നിലക്കല്ല പറയുന്നത്. ദുശ്ശീലമില്ലാത്ത ആളുകളുണ്ട്, അവർ വിശുദ്ധരാണ്. ഞാൻ എന്നെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുശ്ശീലങ്ങളുണ്ട്, തെറ്റായ ശീലങ്ങളുണ്ട്. ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് നമുക്കറിയില്ല. അതാണ് എൻ്റെ പ്രശ്നം. നമുക്ക് നമ്മുടെ ഗുണങ്ങളാണ് അറിയുക. നിസ്കരിക്കുന്ന സുജൂദിനിടയിൽ ഇരുന്നിട്ട് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഗഫുർലി അല്ലാഹുമ്മ ഗഫുർലി, പിന്നെന്താണ് ഗഫുർലി, അതല്ല വർഹംനി, വജ്ബുർനി, പിന്നെ വർഫഅനി, പിന്നെ വർസുഖ്നി. ഓക്കെ. ഇതിൽ വജ്ബുർനി എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, എന്താണത്? വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. വജ്ബുർനി എന്ന് പറഞ്ഞാൽ പടച്ചോനെ എൻ്റെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ചു തരണേന്നാ അല്ല സർ? എൻ്റെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ചു തരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പോരായ്മ നമുക്കറിയില്ല, നമ്മുടെ കൂടെ ഉള്ളവർക്ക് കുറച്ചറിയും, നമ്മളായിട്ട് ഇടപെടുന്ന ആൾക്ക് കുറച്ചും കൂടി അറിയും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി അറിയും, നമ്മുടെ കൂടെ ഒരു യാത്ര പോകുന്നവർക്ക് കുറച്ചുകൂടി അറിയും, നമ്മളായിട്ടൊരു ഇടപെടെടുത്തവർക്ക് കുറച്ചുകൂടി അറിയും. പക്ഷെ ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളോട് നമ്മൾ പറയുന്നു എൻ്റെ പോരായ്മകൾ നീ എനിക്ക് പരിഹരിച്ചു തരണമെന്ന്. ആ പോരായ്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മയാണ് നമ്മുടെ ജീവിതത്തിലുള്ള ദുശ്ശീലങ്ങൾ.
നോക്കൂ, വലിയ വലിയ വീടുകളൊക്കെ നശിപ്പിക്കാറുള്ളത് വലിയ വലിയ ആനകൾ വന്നിട്ടല്ലല്ലോ, ചെറിയ ചെറിയ ചെതലുകൾ വന്നിട്ടായിരിക്കും. വലിയ വലിയ തോട്ടങ്ങൾ നശിപ്പിക്കാറുള്ളത് വലിയ വലിയ ദിനോസർ വന്നിട്ടല്ല, ചെറിയ ചെറിയ നരികൾ വന്നിട്ടാ. അങ്ങനെയാണെങ്കിൽ നമ്മളെ നശിപ്പിക്കുന്നത് വലിയ വലിയ പാപങ്ങളാവൂല, ചെറിയ ചെറിയ പാപങ്ങളായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറുതെ ഒരു രസത്തിന് തുടങ്ങുകയും പിന്നീട് ആവർത്തിക്കുകയും ചെയ്ത ചെറിയ ചെറിയ പാപങ്ങളായിരിക്കും ഒരുപക്ഷെ എന്നെ നശിപ്പിക്കുന്നത്. വലിയ പാപങ്ങൾ നമ്മൾ ചെയ്യൂലല്ലോ. വലിയ പാപങ്ങൾ ചെയ്താൽ നമ്മൾ വിശ്വാസികളാവൂല. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെറിയ പാപങ്ങൾ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, യാ ആയിഷ ഇയ്യാക വമുഹ്ഖിറാത്തിദ് ദുനൂബ് ഫഇന്ന ലഹാ മിനല്ലാഹി ത്വാലിബ. ആയിഷ, ചെറിയ ചെറിയ പാപങ്ങളെ നല്ലോണം സൂക്ഷിക്കണം കേട്ടോ, അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു ചോദിക്കും. വലിയ വലിയ പാപങ്ങൾ നമ്മൾ ചെയ്യുന്ന പിശാചിന് യാതൊരു പ്രതീക്ഷയില്ല. റസൂൽ പറയാം, പക്ഷേ പിശാച് നമ്മളെ വിട്ടുപോകുമോ? ഇല്ല. വലിയ വലിയ പാപങ്ങളല്ലാത്തതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കും. നെഞ്ചിൽ തന്നെ കൈകെട്ടണമെന്ന് വാശി പിടിക്കുന്ന ആളുകളാണ് നമ്മൾ. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ നെഞ്ചിലാണ് കൈകെട്ടിയിട്ടുള്ളത്. പക്ഷെ എങ്ങനെയുള്ള നെഞ്ചിലാണ് കൈകെട്ടേണ്ടത് എന്നുകൂടി അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പകയും വിദ്വേഷവും വൈരവും സംഘടനാ വൈരങ്ങളും വെറുപ്പും മറപ്പും വിദ്വേഷവും എല്ലാം കുത്തി നിറച്ച ഒരു നെഞ്ചിന്റെ മുകളിൽ കൊണ്ടുപോയി കൈകെട്ടണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ നെഞ്ചിൽ തന്നെ കൈകെട്ടുന്ന അയാളുടെ പോക്കറ്റിൽ ഹറാമായ സമ്പാദ്യം ഉണ്ടെങ്കിൽ ആ നെഞ്ചിൽ തന്നെ കൈകെട്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ആ കീശയിൽ ലോട്ടറിയുടെ ടിക്കറ്റ് ഉണ്ട് എങ്കിൽ, ആ കീശയിൽ ഹറാമിന്റെ സമ്പാദ്യം ഉണ്ട് എങ്കിൽ, ആ കീശയിൽ സ്ത്രീധനത്തിന്റെ പണം ബാക്കിയുണ്ട് എങ്കിൽ എങ്ങനെയാണ് നെഞ്ചിൽ തന്നെ കൈകെട്ടി എന്നുള്ളതുകൊണ്ട് അയാളുടെ പ്രാർത്ഥന കേൾക്കുന്നത്? അപ്പൊ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നത് അള്ളാഹു ഇലാഹാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യണതാ. പക്ഷെ അള്ളാഹു ഇലാഹു മാത്രമല്ല, അള്ളാഹു ബഷീറാണ്, അള്ളാഹു ഖബീറാണ്, അള്ളാഹു ലബിൽ മിർസാദ് ആണ്, അള്ളാഹു ഖബീറും ബിമാ തഅമലൂൻ ആണ്. ഇലാഹു മാത്രമല്ല. ഇലാഹു മാത്രമാകുമ്പോൾ അള്ളാഹിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ അതേ ആളുടെ പോക്കറ്റിൽ ഹറാമായ സമ്പാദ്യം കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹു ബഷീറാണ് എന്നത് അയാൾക്ക് വേണ്ടത്ര മനസ്സിലായിട്ടില്ല എന്നാ. അയാളുടെ ജീവിതത്തിൽ ഹറാമുകൾ ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അള്ളാഹു ഖബീറാണ് എന്നത് അയാൾക്ക് വേണ്ടത്ര എപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാ. അയാൾക്ക് ഇലാഹു എന്നുള്ളത് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അപ്പോ ശീലങ്ങളിൽ ഇടപെടാത്ത ഈമാൻ അല്ലത്, അതൊരു ധാരണ മാത്രമാണ്. റമദാൻ ശീലങ്ങളിലാണ് ഇടപെടേണ്ടത്. നമ്മുടെ ദുശ്ശീലങ്ങളിലാണ് റമദാൻ ഇടപെടേണ്ടത്. ഇറാഖിലെ ബഗ്ദാദിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എന്നും വൈകുന്നേരം വെറുതെ ബഗ്ദാദ് പട്ടണത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അവിടെ ക്ലബ്ബുണ്ട്, അവിടെ ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. ഒരു ദിവസം ഒരു വയസ്സായ ആൾ ആ കുട്ടിയോട് പറഞ്ഞു, എന്തിനാ മോനെ ഇവിടെ വന്നിരിക്കുന്നത്? ആ മസ്ജിദുൽ കബീറിൽ നല്ല പ്രസംഗങ്ങളുണ്ട്, അത് പോയി കേട്ടൂടെ എന്ന് വെച്ചു. കുട്ടി അതനുസരിച്ചില്ല, അവിടെ തന്നെ ഇരുന്നു. പിറ്റേ ദിവസം ഇയാൾ ഈ കുട്ടി ഇരിക്കുന്നത് കണ്ട് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, കുട്ടി അനുസരിച്ചില്ല. പിറ്റേ ദിവസം ഇയാൾ പിടിച്ചോണ്ട് പോയി കുട്ടിനെ. പിടിച്ചോണ്ട് പോയിട്ട് ആ പ്രസംഗം കേൾപ്പിച്ചു. ആ പ്രസംഗത്തിൽ ഏതൊക്കെയോ വാക്കുകൾ ആ കുട്ടിയുടെ മനസ്സിൽ തറച്ചു. അവൻ പിറ്റേ ദിവസം അതിലേറെ നേരത്തെ അവിടെ എത്തി. പിറ്റേ ദിവസവും വന്നു. അവൻ ആ ക്ലാസ്സിലെ സ്ഥിരം ശ്രോതാവായി എന്ന് മാത്രമല്ല, അവന് ആ പണ്ഡിതനോട് കൂടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ അവനൊരു പണ്ഡിതനായി എന്ന് മാത്രമല്ല, ഇന്നും ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും മഹാന്മാരായ 10 പണ്ഡിതന്മാരുടെ പേര് പറയുമ്പോൾ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ പേര് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. 400-ലധികം മഹാഗ്രന്ഥങ്ങളുടെ ഉടമയാണത്. ആരായിരുന്നത്? അങ്ങാടി പോയി വെറുതെ ഇരിക്കുക എന്നുള്ള ദുശീലം മാറ്റിയിട്ട് പള്ളിയിൽ പോയി ക്ലാസ് കേൾക്കുക എന്നുള്ള നല്ല ശീലം തുടങ്ങിയപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ മാറ്റമാണത്. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരായിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് ഒരു മലയുടെ താഴ്വരയിൽ അവർ വിശ്രമിക്കാനിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഈ താഴ്വരയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയാലോ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെക്കണം, ഇതിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കണം. അതൊരു എല്ലിന്റെ കഷ്ണമാണെങ്കിലും പല്ലിന്റെ കഷ്ണമാണെങ്കിലും ഒരു വിറകിന്റെ കഷ്ണമാണെങ്കിലും എന്ന് വരെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അവരനുസരിച്ചു. അവർ 4 പാടും പോയി. ചില ആളുകൾക്ക് കിട്ടിയത് ഒരു വിറകിന്റെ കഷ്ണം തന്നെയാണ്, ചില ആളുകൾക്ക് കിട്ടിയത് എല്ലിന്റെ കഷ്ണമാണ്. പക്ഷെ എല്ലിന്റെ കഷ്ണമല്ലേ, ഒരു പല്ലിന്റെ കഷ്ണമല്ലേ എന്ന് ഒഴിവാക്കാതെ അവരത് എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചപ്പോൾ, ഓരോന്നായി കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതൊരു ചെറിയ കൂമ്പാരമായിട്ട് ഇങ്ങനെ മാറി. അപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ ആ അധ്യാപകന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഇതുപോലെയാണ് ചെറിയ ചെറിയ പാപങ്ങൾ നമ്മെ നശിപ്പിക്കുക കേട്ടോ എന്ന്. നിസാരമല്ലേ എന്ന് നമ്മൾ വിചാരിക്കുന്നതായിരിക്കും, പക്ഷെ അത് കൂട്ടിച്ചു നോക്കുമ്പോൾ ഒരുപാടുണ്ടാവും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു. ശരി,
നമ്മൾ പറഞ്ഞത് അമലു സാലിഹാത്തുകളാണ് നമ്മുടെ ജീവിതത്തിൽ പെരുകേണ്ടത്. ആ അമലു സാലിഹാത്തുകളുടെ മേഖല വളരെ വിപുലമായ മേഖലയുമാണ്. വെറുതെ ഇരിക്കുമ്പോൾ പോലും അമലു സാലിഹാത്തുകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ അള്ളാഹു നമ്മൾക്ക് നൽകിയിട്ടുമുണ്ട്. ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ശ്രദ്ധ. ആ ശ്രദ്ധയുടെ പേരാണ് തഖ്വ എന്ന് പറയുന്നത്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ മനോഹരമായൊരു പുസ്തകമുണ്ട്, യഹ്യാ ഉലൂമുദ്ദീൻ. 950 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയൊരു പുസ്തകമാണ്. പക്ഷേ ഇന്നും ഇസ്ലാമിക ലോകം മുഴുവനും വായിക്കുന്ന അത്രയധികം ജനപ്രീതിയുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നു. ഓരോ ചെറിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഇടയിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ എടുത്തിട്ട് അദ്ദേഹം നമ്മളെ ഗൗരവമുള്ള ചിന്തകളിലേക്ക് കൊണ്ടുപോകും. അതിൽ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഈ മരിച്ചുപോയ ആളുകൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഒരു ദിവസമെങ്കിലും ഈ ലോകത്തേക്കൊന്ന് തിരിച്ചു വരണം എന്നാണ്. ശരി, അങ്ങനെ ഒരു ദിവസം കൂടി ഈ ലോകത്ത് ജീവിക്കുവാൻ അള്ളാഹു ഒരാൾക്ക് അവസരം കൊടുത്തു എന്ന് വിചാരിക്കാം. അയാൾ എന്താണ് ആ ഒരു ദിവസം കൊണ്ട് ചെയ്യാന്ന്? അയാൾ എന്താ ചെയ്യുക? അയാളുടെ സ്വത്തിൻ്റെ അടുത്തേക്ക് ഓടുമോ? അയാളുടെ ബിസിനസ്സിൻ്റെ അടുത്തേക്ക് ഓടുമോ? അയാളുടെ തോട്ടങ്ങളിലേക്ക് ഓടുമോ? അയാൾ എന്താണ് ചെയ്യുക? ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു, അയാൾ അമലു സാലിഹാത്തുകൾ ചെയ്യും. കിട്ടിയത് 24 മണിക്കൂർ ആണ് എങ്കിൽ ആ 24 മണിക്കൂർ കൊണ്ട് അയാൾ അമലു സാലിഹാത്തുകൾ ചെയ്യും. കാരണം അയാൾക്ക് മനസ്സിലായി, മരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി അതുകൊണ്ടേ കാര്യമുള്ളൂ. അമലു സാലിഹാത്തുകളാണ് കാര്യം. അപ്പം ദൈവവിശ്വാസം, പടച്ചവനെ കുറിച്ചുള്ള ഈമാൻ നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുകയും ആ സ്വാധീനം അമലുകളായി നമ്മുടെ ജീവിതത്തിൽ പുഷ്പിക്കുകയും ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈമാൻ നമ്മൾക്ക് നൽകുന്ന മനസ്സമാധാനം. ഞാനത് വിശദീകരിക്കുക. ഞാൻ 1-2 സംഭവങ്ങൾ മാത്രം പറയാം. നമ്മൾ കേൾക്കുകയും നമ്മുടെയൊക്കെ ഇടയിൽ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. എന്താണ് നമ്മളെപ്പോലെയുള്ള പച്ച മനുഷ്യർക്ക് എങ്ങനെയാണ് അവരുടെ ഈമാൻ ഏറ്റവും നല്ലൊരു അനുഭവമായി മാറുന്നത്? കുവൈറ്റിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയാവുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ്. കുറച്ച് കാലം പിന്നിട്ടിട്ടാണ് ഗർഭിണിയാവുന്നത്. അവരുടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു അത്. അങ്ങനെ ഓരോ മാസവും സ്കാൻ എടുക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഡോക്ടർ വളരെ ആശ്വാസം പറഞ്ഞു, യാതൊരു പ്രശ്നമില്ല, നോർമലാണ് എന്ന് ഡോക്ടർ പറയുന്നു. അവർ സന്തോഷിക്കുന്നു. എന്നാൽ 9ാമത്തെ മാസം, അവസാനത്തെ മാസത്തെ സ്കാൻ എടുക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമാണ് എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, കുട്ടിയുടെ കിടത്തം കുറച്ച് കുഴപ്പത്തിലാണ്, കുട്ടി തിരിഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കുട്ടിയൊന്ന് തിരിഞ്ഞു വരണമല്ലോ, അപ്പോഴാണല്ലോ സുഖപ്രസവം ഉണ്ടാവുന്നത്. ഇത് കേട്ടപ്പോൾ ഇവരൊക്കെ ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അവരുടെ ജീവിതത്തിൽ അവരെ അനുഭവിക്കുന്ന ഒരു വലിയ സങ്കടമാണത്. കാരണം തീർച്ചയായിട്ടും ഓപ്പറേഷൻ വേണ്ടി വരും. അത് പിന്നെ ആ ഉമ്മയ്ക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് പല അനുഭവങ്ങളും നമ്മൾക്കുണ്ട്. പലതരത്തിലുള്ള ചെറുതോ വലുതായ പ്രയാസങ്ങൾ ഉണ്ടായിന്ന് വരാം. തീർച്ചയായിട്ടും നമുക്കാർക്കും ഇഷ്ടമില്ല. കുട്ടിക്ക് അത് നല്ലതാണെങ്കിലും ഉമ്മാക്ക് അതുകൊണ്ട് പ്രയാസം ഉണ്ടായിന്ന് വരാം. അപ്പം ഇവരും അത് ഇഷ്ടപ്പെട്ടില്ല. ഇവർ വല്ലാത്ത അസ്വസ്ഥതയും സങ്കടമായി അവരുടെ കുടുംബത്തിൽ. ഭക്ഷണം പോലും ഉണ്ടാക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു, സങ്കടം കൊണ്ട്. അങ്ങനെ ഡോക്ടർ സിസേറിയന് ഒരു ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റിന് പോകാനിരിക്കുകയാണ്. പുറത്ത് വണ്ടി എത്തിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴും ആ വീട്ടിലെ ഓരോ ആളുകളും പറയുന്നത്, നമ്മൾ ഇത്ര നിസ്കരിച്ചിട്ടും ഇത്ര നോമ്പ് നോറ്റിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തിനാണ് പടച്ചോൻ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം തന്നത്? നമ്മൾ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, പടച്ചവനോട് വളരെ അടുപ്പുള്ള ആളുകൾ, എന്നിട്ട് പടച്ചവൻ എന്താണ് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് അവരിങ്ങനെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഒരു വാക്ക് പറഞ്ഞു. ഗർഭിണിയായിരിക്കുന്ന ആ പെൺകുട്ടി ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചവനെയാണ് എനിക്ക് വിശ്വാസമുള്ളത്. നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത്? ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചവനാണ് എനിക്ക് വിശ്വാസമുള്ളത്. ആ പടച്ചവൻ എൻ്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്തണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് പോയിട്ട് കരഞ്ഞ് കണ്ണീരണിഞ്ഞ് അള്ളാഹുവിനോട് അവൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പടച്ചവൻ കേട്ടു. ഡോക്ടർ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിലാണ് കുട്ടി തിരിഞ്ഞു വന്നത്. സുഖപ്രസവമായി എന്ന് മാത്രമല്ല, കുവൈറ്റിൽ ഇന്നും 2 വയസ്സുകാരനായ ആ പിഞ്ചോമന ജീവിക്കുന്നുണ്ട്. എന്താണിത്? നേരത്തെ ലിയോ പോൾ ഡുവൈസ് മരുഭൂമിയുടെ വിജനതയിലിരുന്ന് ഓർത്ത ആ നെറുകയുടെ നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ ഓർത്തൊരു വചനമുണ്ടല്ലോ, ആ വചനമാണിത്. വലനബലുവ അഖ്ബാറക്കും. ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ പ്രയാസത്തിന്റെ പേരിൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന്
പടച്ചോ നോക്കുന്നുണ്ട് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. തലശ്ശേരിക്കടുത്ത് പെരിങ്ങത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഫരീദ എന്നൊരു പെൺകുട്ടിയുണ്ട്. ആ ഫരീദ എന്ന പേരിൻ്റെ നേരെ ഒരു സമം ചേർത്താൽ അപ്പുറത്ത് എഴുതാൻ പറ്റിയൊരു പേരുണ്ട്, സ്നേഹം എന്നാണത്. ഫരീദ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചത് 18 ദിവസം മാത്രം. 18 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഭർത്താവ് ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോന്നു, ഇങ്ങോട്ട് തിരിച്ചുപോയി. ഇവിടെ പെയിൻ്ററായിരുന്നു. പെയിൻറ് ജോലിൻ്റെ ഇടയിൽ വളരെ ഉയർത്തി നിന്ന് വീണിട്ട് നട്ടെല്ല് പൊട്ടിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. നട്ടെല്ല് പൊട്ടിയ ആളുകളെ നമ്മൾ കണ്ടിരിക്കുമല്ലോ, ഒന്നിനും കഴിയൂല. കഴുത്തിന് കീഴ്പോട്ട് യാതൊരു സ്വാധീനവുമില്ലാതെ, ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ വാട്ടർ ബെഡിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് ആ ഭർത്താവ് തിരിച്ചു വന്നത്. ആ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ നിന്നത് എത്ര കാലമാണെന്നറിയോ? 21 വർഷം. 21 വർഷം. 21ാമത്തെ വർഷം ആ ഭർത്താവിന് ക്യാൻസർ പിടിപെട്ടിട്ട് ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. ഇവരൊക്കെ അത് കാത്തിരിക്കുന്ന വാർത്തയാണ്, ആർക്കൊരു ഞെട്ടലുമില്ല. പക്ഷെ ആ ഫരീദ എന്താ ചെയ്യുന്നതെന്നറിയോ നിങ്ങൾ? ആ ആശുപത്രിയിലെ പ്രയർ ഹാളിലേക്ക് ഓടിച്ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദിൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ എൻ്റെ പ്രിയങ്കരനായ ഭർത്താവിന് നീ ദീർഘായുസ് കൊടുക്കണമെന്ന്. ദീർഘായുസ് കൊടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ശാരീരികമായോ സാമ്പത്തികമായോ സുഖങ്ങളില്ല എന്ന് മാത്രമല്ല, ഒരു നല്ല വാക്ക് പോലും കേൾക്കൂല, കരച്ചിലും പിടിച്ചിലും മാത്രമാ. വാട്ടർ ബെഡിൽ കിടക്കുന്ന ആ ഭർത്താവിൻ്റെ കൂടെ ഒന്ന് വെറുതെ കിടക്കാൻ പോലും ആ ഭാര്യയ്ക്ക് കഴിയൂല. എന്നിട്ടും ആ ഭാര്യ പറയുന്നു, എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം. എന്തിന്? ഈഹലോകത്തെ ഏതെങ്കിലും ഒരു കൗതുകമല്ല, ഭൗതികമായ ഒരു കൗതുകവുമല്ല ആ പെൺകുട്ടിയുടെ മനസ്സിനെ സ്വാധീനിച്ചത്, അതിനപ്പുറത്തുള്ളൊരു ലോകമാണ് ഈ വിശ്വാസം. കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ഓങ്കോളജിസ്റ്റ് ഉണ്ട്, ക്യാൻസർ രോഗികളുടെ ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ VP ഗംഗാധരൻ എന്നാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ജീവിതമെന്ന അത്ഭുതം. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന പലതരത്തിലുള്ള ക്യാൻസർ രോഗികളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുസ്തകം വാങ്ങി വായിക്കണം. കാരണം ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും നമ്മൾക്ക് സ്നേഹം തോന്നും. ആരെയും നമ്മൾ വെറുക്കൂല, ആരുടെയും മുഖത്ത് നോക്കിയിട്ട് നമുക്ക് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയൂല. മനുഷ്യൻ്റെ വില എന്താണെന്ന് പറഞ്ഞു തരുന്നൊരു പുസ്തകമാണത്. അതിൽ അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ പറയും. അതിലൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്നു, ക്യാൻസർ രോഗിയാണ്, വളരെ മാരകമായ ക്യാൻസർ. അതിൻ്റെ സ്കാൻ റിപ്പോർട്ടുകളെല്ലാം നോക്കിയതിന് ശേഷം ഡോക്ടർ കുടുംബത്തോട് പറഞ്ഞു, വളരെ പ്രയാസമുണ്ട്, വളരെ ഗുരുതരമായിട്ട് തന്നെ രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ആകുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യാം. എനിക്കൊരു വലിയ പ്രതീക്ഷ ഒന്നും തരാൻ പറ്റൂല, ഇങ്ങനെയൊക്കെ ഞാൻ ചികിത്സിച്ച് നോക്കാം, പക്ഷെ വലിയ സാമ്പത്തിക ചെലവുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണ് ഡോക്ടർ പറയണത്. ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, ഇവർ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. പിന്നെ വരാനുള്ള പോക്കല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ നിർത്തി പോവാണ്. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ വരുന്നത് ഗൾഫിൽ നിന്നാണ്, നേരിട്ട് ഡോക്ടറുടെ അടുത്തേക്കാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അടുത്ത് വന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഞാൻ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയ ഉടനെ ഈ വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്, മാരകമായ അസുഖമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് ആലോചിച്ച് എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ എല്ലാവരും എന്നോട് പറയണത്. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇതാണ്, ഒഴിവാക്കണം എന്ന്. ഒഴിവാക്കിയാൽ എൻ്റെ കുടുംബമോ അവളുടെ കുടുംബമോ എന്നെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവൾക്കൊരു ജീവിതമല്ല, അവനെങ്കിലും ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ വെറും ആ ഏതാനും ദിവസങ്ങളുടെ ആത്മബന്ധം വെച്ചിട്ട് എനിക്ക് അവളെ ചികിത്സിക്കാം. ഏത് വേണമെന്ന് ഞാൻ കുറേ ചിന്തിച്ചു. ഞാൻ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി, ഞാൻ അവളെ ചികിത്സിക്കും. ആ മരുഭൂമിയിൽ രാവും പകലും കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ അവളെ ചികിത്സിക്കും. കടം വാങ്ങിയിട്ടാണെങ്കിലും ചികിത്സിക്കും. ആ ചികിത്സക്കിടയിൽ അവൾ മരിച്ചു പോകുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അവളെ മരിപ്പിക്കും. അതല്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിലേറെ സന്തോഷത്തോടു കൂടി അവളെ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയി. പൈസ അയക്കുന്നത് ഡോക്ടറുടെ അക്കൗണ്ടിലേക്കാണ്.
ഡോക്ടർ ആ പെൺകുട്ടിയെ ചികിത്സിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി റിക്കവറായി എന്ന് മാത്രമല്ല, BA കഴിഞ്ഞു, MA കഴിഞ്ഞു, B.Ed കഴിഞ്ഞു. ഇന്ന് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഒരു സ്കൂൾ അധ്യാപികയാണെന്ന് മാത്രമല്ല, 2 പിഞ്ചോമനകളുടെ ഉമ്മയുമാണ്. മാഷാ അല്ലാഹ്. ഭർത്താവിനെ സ്നേഹിച്ച ഭാര്യയും ഭാര്യയെ സ്നേഹിച്ച ഭർത്താവും. ഉപാധികളില്ലാത്ത സ്നേഹമാണിത്. മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഇഷ്ടമാണിത്. എത്ര തന്നെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും കൂടെ ഉണ്ടാകുമെന്ന കൈപ്പിടുത്തമാണിത്. കൂടെ ഉണ്ടാകുന്നുള്ള ഒരു ഊക്കും ഊർജവുമാണത്. ഇതെങ്ങനെയാണ് കൈവരുന്നത്? ഇത് കൈവരാൻ വേറൊരു മാർഗമല്ല, ഈമാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടി, നല്ല ദീനീ നിഷ്ഠയുള്ള, നല്ല സ്വഭാവ മഹിമയുള്ള, അങ്ങനെ നല്ല ഒരു പ്രതിഭയുള്ള പെൺകുട്ടി. വളരെ പാവപ്പെട്ട കുടുംബമാണ്. ഉപ്പ മരിച്ചുപോയി, ഉമ്മ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉമ്മ ചെറിയ ജോലിക്കെല്ലാം പോയിട്ടാണ് ഇവളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവൾക്ക് പലതരത്തിലുള്ള പ്രപ്പോസൽസ് വരുമ്പോൾ ഇവൾ അതിനൊന്നും സമ്മതിക്കില്ല. പ്രപ്പോസലുകളെല്ലാം ഇവൾ ഒഴിവാക്കി വിടും. എനിക്ക് പഠിക്കണം, എനിക്ക് ജോലി വാങ്ങണം, ഉമ്മയെ സഹായിക്കണം, ഇതാണ് അവളുടെ ആഗ്രഹം. പക്ഷെ ഒരു ആലോചന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുടുംബത്തിന് ഇഷ്ടപ്പെട്ടു, മാഷന്മാർക്ക് ഇഷ്ടപ്പെട്ടു, അവളുടെ ഉമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു. അവളെ നിർബന്ധിച്ചു. അങ്ങനെ അവളതിന് സമ്മതിച്ചു. അവൾക്ക് ഇഷ്ടമില്ലാതെ സമ്മതിച്ചു. ഇഷ്ടമല്ല എന്നാണ് ക്ലാസ്സിലുള്ള എല്ലാവരോടും അവൾ പറഞ്ഞത്. അങ്ങനെ ഇഷ്ടമില്ലാതെ കല്യാണം നടന്നു. അവളെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവളുടെ ഒരു കത്ത് ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വന്നു. ആ കത്തിൽ അവൾ പറയുന്നത്, എനിക്കൊട്ടും ഇഷ്ടമില്ലാതെയാണ് ഈ കല്യാണം നടന്നത്, നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ ഇപ്പം എനിക്ക് വളരെ സന്തോഷമാണ്. ഞാനിതിനെങ്ങനെ സമ്മതിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അതിൻ്റെ വലിയൊരു നഷ്ടമായിരുന്നു. കാരണം എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്നൊരു ഭർത്താവാണ്, എന്നെ അത്രയധികം ഇഷ്ടപ്പെടുന്നൊരു കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളുടെ കത്ത്. എന്ന് പറഞ്ഞാൽ അവൾ സന്തോഷവതിയാണ്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അവൾ ഗർഭിണിയായി. ഇയാൾ ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയി. റിയാസ് എന്നാണ് അയാളുടെ പേര്. ഗൾഫിലേക്ക് തിരിച്ചുപോയ അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. അങ്ങനെ ആ മരണവാർത്ത അറിഞ്ഞിട്ട് ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് ചെല്ലുക. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ കൂട്ടുകാരികളെ കാണുമ്പോൾ അവൾ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കാനല്ലേ വരുന്നത്, എന്നെ ആശ്വസിപ്പിക്കണ്ട. കനന്തുങ്ങിയ മുഖത്തോടുകൂടി, ഒരു കണ്ണീരണിയാൻ പോലും കഴിയാതെ വിങ്ങുന്ന മനസ്സോടുകൂടി അവൾ പറഞ്ഞു, നിങ്ങൾ എന്നെ ആശ്വസിപ്പിക്കണ്ട. കാരണം എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് സംഭവിച്ചത്. എന്നെ കൊണ്ട് ഒരാളെ എത്ര ഇഷ്ടപ്പെടാൻ കഴിയോ അതിലേറെ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതിനേക്കാളേറെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. അയാളുടെ അടുത്തേക്കാണ് എൻ്റെ റിയാസ്ക പോയിട്ടുള്ളത് എന്ന് പറഞ്ഞു. എല്ലാവരും കണ്ടു നിൽക്കേ അവൾ കരഞ്ഞിട്ടില്ല, സ്വകാര്യമായിട്ട് കരഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവൾ പൊട്ടിക്കരഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു. അതാ കുട്ടി ജനിച്ച ദിവസമാണ്. ആ പിഞ്ചോമനയുടെ മുഖം കണ്ടപ്പോൾ അവൾ കരഞ്ഞുപോയി. ആ പിഞ്ചോമനയുടെ കൊഞ്ചലും കൗതുകവും കാണാൻ അവളുടെ പ്രിയങ്കരനായ ഉപ്പ ഈ ലോകത്തില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് ആ ഉമ്മ കരഞ്ഞുപോയി. അവൾ ആ കുട്ടിക്കൊരു പേരിട്ടു. പേര് കെൻസ റിയാസ് എന്നായിരുന്നു. കെൻസ എന്ന് പറയുന്ന നിധി എന്നാണ്, റിയാസിൻ്റെ നിധി. ആ റിയാസിൻ്റെ നിധിയോടൊപ്പം അവൾ ജീവിതം തുടങ്ങി. പക്ഷെ അള്ളാഹു അതിനുള്ള അനുഗ്രഹം അവൾക്ക് കൊടുത്തില്ല. അവൾക്ക് മാരകമായൊരു അസുഖം വന്നു, ബ്ലഡ് ക്യാൻസർ വന്നു. ബ്ലഡ് ക്യാൻസർ വന്ന് ആശുപത്രി കിടക്കുന്ന സമയത്ത് അവളെ കാണാൻ ചെല്ലുമ്പോൾ അവൾ പറയണത്, എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്, എൻ്റെ കുട്ടിയെ അമ്മാക്ക് നോക്കേണ്ടി വരും, ഉമ്മാക്കന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, രോഗമുണ്ട്, കഷ്ടപ്പാടുണ്ട്. അതാലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. പക്ഷെ എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, എൻ്റെ റിയാസ്കയുടെ അടുത്തേക്കാണ് ഞാൻ പോകണമെന്ന് പറഞ്ഞു. 2.5 വർഷങ്ങൾക്ക് മുമ്പ് തിരൂരങ്ങാടിക്കാരിയായ നഈമ എന്ന ആ പെൺകുട്ടി മരിച്ചുപോയി. അള്ളാഹു അവളെയും നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ആശുപത്രി കിടക്കയിൽ വെച്ചിട്ട് അങ്ങനെ അവൾക്ക് പറയാൻ കഴിയുന്നത്, ആശുപത്രിയിൽ നിന്ന് കൊടുക്കണം എന്തെങ്കിലും ഒരു മരുന്നുണ്ടല്ലോ. നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ എല്ലാവരും നമ്മളെ വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മളെ കുടുംബത്തിലുള്ളവർ, നമ്മളെ സുഹൃത്തുക്കളായ ആളുകൾ, നമ്മുടെ അയൽക്കാരൊക്കെ വരുന്നുണ്ട്. ഇവരൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണുന്ന ആളുകൾ നമ്മളെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ നമ്മൾക്ക് ആശ്വാസം ഉണ്ടാവേണ്ടത് നമ്മൾ കാണാത്ത ഒരാളിൽ നിന്നാണ്. അതാണ് ഇത്. എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുടെ കഥ. എക്സാം നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഫോൺ വരിക, ഉപ്പാക്ക് തീരെ സുഖമില്ലാന്ന്. ഇവള് പറഞ്ഞു, എൻ്റെ എക്സാം എനിക്ക് മുടക്കാൻ കഴിയില്ല. എക്സാം അന്ന് എഴുതി, പിറ്റേന്ന് എക്സാം എഴുതി, പിറ്റേന്ന് വീട്ടിൽ നിന്ന് ഫോൺ വന്നു, ഉപ്പാക്ക് തീരെ സുഖമില്ല, എന്തായാലും വരണം, തീരെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവള് എക്സാം വേഗം എഴുതിയിട്ട് അവള് ഈ
കൂട്ടത്തിലുള്ള അവളുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യാണ്, ആൺകുട്ടികൾ അവരുടെ ഒരു വണ്ടി വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്, ഒരു ജീപ്പ് വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്ത് അവളുടെ കയ്യിൽ ഒരു കവറുണ്ട്, ഒരു ബാഗുണ്ട്. അപ്പം ആരോ ചോദിച്ചു, എന്തിനാണ് ഈ ബാഗ് എന്ന് ചോദിച്ചു. വേഗം പോയി വരാനുള്ളതല്ല, എന്തിനാ ബാഗ്? അപ്പോൾ അവൾ പറഞ്ഞു, ഇതിൻ്റെ നിസ്കാര കുപ്പായാണ്, എൻ്റെ ഉപ്പ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും, അവർക്ക് എന്നോട് പറയാൻ മടിയായിട്ടാണ്, എൻ്റെ ഉപ്പ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. ഇത് പറഞ്ഞ അവള് ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ വീട് നിറയെ ആളുകളായിരുന്നു. അവളുടെ സംശയം ശരിയായിരുന്നു, അവളുടെ ഉപ്പ മരണപ്പെട്ടിരുന്നു. ആ ഉപ്പയ്ക്ക് വേണ്ടി അവളുടെ നിസ്കാര കുപ്പായം അണിഞ്ഞ് കണ്ണുനീരടിഞ്ഞ് പ്രാർത്ഥിച്ച് അവൾ തിരിച്ചു വന്ന് വീണ്ടും പരീക്ഷ എഴുതി. ഇതെന്താണ്? ഇതിൻ്റെ പേരാണ് ഈമാൻ. നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ആ കഷ്ടപ്പാടുകളുടെ എല്ലാം ഒടുവിൽ നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണത്. ഒരുപക്ഷെ ഈ ലോകത്താവണമെന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് നമ്മൾക്ക് വരാനിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താ? പ്രസവമാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ? ആ കുട്ടിയെ ഒന്ന് കാണലാണ്, അല്ലേ? ഏറ്റവും വലിയ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഇവിടെ ഇരിക്കുന്ന VP മുഹമ്മദ് അലി സാഹിബ്, നമ്മൾ കാണുമ്പോൾ അദ്ദേഹം ഒരുപാട് അനുഗ്രഹങ്ങളുടെ നടുവിലാണ്. പക്ഷേ സങ്കീർണവും പ്രശ്നകലുഷിതവുമായ, എങ്ങോട്ട് നോക്കിയാലും ഒരു ഉത്തരം കിട്ടാത്തൊരു ജീവിതം അദ്ദേഹത്തിൻ്റെ പിറകിലുണ്ടായിരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. അദ്ദേഹം പല സന്ദർഭങ്ങളിൽ നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ആ സങ്കടങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒടുവിൽ അദ്ദേഹം ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിൻ്റെ തിരിച്ചറിഞ്ഞ ആളാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ കഴിയൂല, അത് അദ്ദേഹത്തിൻ്റെ പിറകിലുള്ള രണ്ട് വ്യക്തികളെ കുറിച്ചാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ഉപ്പയാണ്, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ഉപ്പ ഒരു നാടിൻ്റെ മുഴുവനും താങ്ങുന്നണലുമായിരുന്നു. വീട്ടിൻ്റെ ഉള്ളിൽ സ്വകാര്യമായി സങ്കടങ്ങൾ അനുഭവിക്കുമ്പോഴും പട്ടിണി അനുഭവിക്കുമ്പോഴും അല്ലെങ്കിൽ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴും ഒരു നാടിന് മുഴുവനും കൈത്താങ്ങായിരുന്നു. ദീനിനോട് കാണിച്ച അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയും ദീനീ രംഗത്തോട് കാണിച്ച അങ്ങേയറ്റത്തെ ആവേശവുമാണ് അദ്ദേഹത്തിന് ബർക്കത്തായി പരലോകത്തിൽ ലഭിക്കുവാൻ ഒരു മകനിലൂടെ അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിച്ചൊരിഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഉമ്മയും നാട്ടിലെ ഓരോ മനുഷ്യനും പ്രിയപ്പെട്ട ഒരു ഉമ്മയായിരുന്നു അത്. ഓരോ പട്ടിണിക്കാരെയും പ്രയാസപ്പെടുന്നവരെയും തിരിച്ചറിഞ്ഞ് സഹായിച്ചൊരു ഉമ്മയായിരുന്നത്. ആ ഉമ്മയുടെയും ഉപ്പയുടെയും മകൻ അങ്ങനെ ആകാനേ തരമുള്ളൂ. ഞാനിത് പറയുന്നത്, നമുക്കൊക്കെ മക്കളുണ്ട്. ആ മക്കൾ നമ്മെ ഓർക്കുന്നത് ഈ ഒരു കൃതാർത്ഥത നിറഞ്ഞ മനസ്സോടുകൂടിയായിരിക്കണം. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രാർത്ഥന സൂറത്ത് മറിയമിൽ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇന്നി ഖിഫ്തു അൽ മവാലിയ മിൻ വറാഇ ഇന്നി ഖിഫ്തു അൽ മവാലിയ മിൻ വറാഇ. പഠിച്ചവനെ, എന്റെ ശേഷം എനിക്കൊരു മക്കളില്ലല്ലോ എന്നതിൽ എനിക്ക് സങ്കടമാണ് എന്നല്ല, എനിക്ക് പേടിയാണ്. പഠിച്ചവനെ, ഞാൻ ഈ സമൂഹത്തിന് കൈമാറിയ ഒരു സന്ദേശമുണ്ട്, ആ സന്ദേശം എനിക്ക് ശേഷം കൊണ്ടു നടക്കാൻ ഒരാളില്ലല്ലോ എന്നതിൽ എനിക്ക് പേടിയാണ് എന്നാണ് പറഞ്ഞത്. മക്കളില്ലാത്തതിൽ നമുക്ക് വിഷമാണ് ഉണ്ടാവല്. സക്കരിയ നബി അലൈഹി സ്വലാം പറയേണ്ടത് എനിക്ക് പേടിയാണെന്ന്.